എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപേ സീരിയൽ എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. മുമ്പുരക്കല് നമ്മുടെ വൈജയന്തി മക്കളോട് വഴക്കിടുവാണ്. മക്കളോട് പറയുവാണ്, എനിക്കിവിടെ ജോലി എടുക്കാൻ പറ്റത്തില്ല. വേലക്കാരിയെ പോലെ അടുക്കളയിൽ കിടന്ന് പണി ചെയ്ത് ഒറ്റയ്ക്ക് കിടന്ന് നിങ്ങൾക്ക് വേവിച്ചു തരാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുവാണ്. അതേസമയം ബബിതയും കൃഷ്ണമോളും ചോദിക്കുവാണ്, അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ യാതൊരു തരത്തിലുമുള്ള ഒളുപ്പും നാണക്കേടുമൊന്നും ഇല്ലേ? അതേസമയം വൈജയന്തി ചോദിക്കുവാണ്, ഞാൻ എന്തിനാണ് എടി നാണക്കേട് വിചാരിക്കുന്നത്? അതേസമയം കൃഷ്ണമോളും ബബിതയും പറയുവാണ്, ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണല്ലോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോ അമ്മ മാറ്റി പറയുകയാണോ? ഞങ്ങളോട് അന്നമ്മ പറഞ്ഞു പോയിരുന്നു പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി പഠിച്ചാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. ഈ ചെയ്യാൻ ഇവിടെ സുനിതയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുനിതയും കാണാനില്ല ഇവിടെ. എന്നിട്ടിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ ജോലി ചെയ്യണമെന്ന് അമ്മ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുവാണ്. നേരത്തെ ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി, അലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇതിപ്പോ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഓരോ ജോലിക്കും ഓരോ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇവിടെ ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മേ. ഇങ്ങനെ ബബിത പറയുവാണ്. ഈ സമയം വൈജയന്തി പറയുവാണ്, എന്നോട് നീയൊക്കെ ഒരുമാതിരി സംസാരിക്കരുത് കേട്ടോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുവാണ്. ഈ സമയം വീണ്ടും കൃഷ്ണമോള് പറയുവാണ്, ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അമ്മക്ക് സഹിക്കുന്നില്ല, അതാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ പൊളിക്കാൻ വേണ്ടിട്ടാ അമ്മ നോക്കുന്നത്. പരിപാടി ഇവിടെ വേണ്ട അമ്മേ എന്ന് പറയുന്നുണ്ട്. എടി, സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാത്ത ഒരു യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടടി. നിനക്കൊക്കെ എന്നെ സഹായിക്കാൻ പറ്റുമോ? അതല്ല, എന്റെയൊക്കെ സഹായമില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. വൈജയന്തി ഇന്നേ വരെ ആരുടെ കാലം പിടിച്ചിട്ടില്ല, ഞാനിനി ആരുടെ കാലം പിടിക്കാനും പോകുന്നില്ല. ഇതാണ് അമ്മയുടെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നെങ്കിൽ എല്ലാം നശിപ്പിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ എല്ലാവരും നിൽക്കണം. അമ്മ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിന് പകരം മക്കളെ അമ്മയ്ക്ക് വയ്യ, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് വേണം പറയാൻ. അല്ലാതെ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. അതാണ് അമ്മയുടെ പ്രശ്നം. അമ്മയ്ക്ക് മനസ്സിലായോ? അതേസമയം ബബിത പറയുവാണ്, അവള് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മ മര്യാദയ്ക്ക് ഞങ്ങളോട് ചോദിക്കണമായിരുന്നു. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കിപ്പോ എന്നെ സഹായിക്കാൻ പറ്റുമോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി എന്ന് വൈജയന്തി പറയുവാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണയും ബബിതയും കൂടെ വൈജയന്തി സഹായിക്കാൻ വേണ്ടി പോകുവാണ്. അതേസമയം രണ്ടുപേരും അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. അതേസമയം നമ്മുടെ കൃഷ്ണമോള് തൈര് നന്നായിട്ട് കുലുക്കിയിട്ട് വിൽക്കുവാണ്. അതേസമയം വൈജയന്തി വന്ന് ചോദിക്കുവാണ്, നീ എന്തിനാടി ഇത് കുലുക്കിയത്? അതേസമയം പറയുവാണ്, അമ്മേ തൈര് നന്നായിട്ട് ഉടയണ്ടേ, നീ എന്തൊക്കെയാടി ഈ ചെയ്യുന്നത്? ഇവിടെ വന്ന് അമ്മ ഭരിക്കല്ലേ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിനക്കേ ഭയങ്കര നാക്കാണ്, നീയാണെങ്കിൽ തീരെ മര്യാദയില്ല. മര്യാദ കാണിക്കേണ്ടിടത്തൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ മര്യാദ കാണിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. എന്താ? അതേസമയം വൈജയന്തി പറയണു, അതെനിക്കറിയത്തില്ല. അച്ഛൻ എല്ലാവരോടും നല്ല രീതിയിൽ റെസ്പെക്റ്റാ, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഈ രീതിയിൽ സംസാരിക്കാത്തത്. പക്ഷെ അമ്മയുടെ അടുത്ത് വരുമ്പോ എങ്ങനെയാ എന്റെ സ്വഭാവം മാറുന്നത്? അതെന്താന്നറിയാമോ? അമ്മയുടെ സ്വഭാവം അങ്ങനെ വേറെ രീതിയിൽ ആയതുകൊണ്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. അതേ എനിക്ക് എല്ലാവരോടും പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഓരോരുത്തരെ കാണുമ്പോ മാറ്റാനൊന്നും എനിക്കറിയത്തില്ല. മനസ്സിലായോ? അതേസമയം വൈജ പറയുവാണ്, ഞാനുള്ള കാര്യം പറയുന്നതും ഒട്ടും തന്നെ ചിലർക്ക് പിടിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും തോന്നും എനിക്ക് മര്യാദയൊന്നും ഇല്ലെന്ന്. അതേസമയം നമ്മുടെ ബബിത പറയുവാണ്, അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ അച്ഛനെ ഇഷ്ടമല്ല. അച്ഛനെ കെട്ടിയത് മുതൽ അമ്മ ഇങ്ങനെ തന്നെയാ സംസാരിക്കുന്നത്. മാത്രവുമല്ല നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ കേൾക്കുന്നതാ ഇതേ രീതിയിൽ തന്നെയാ അമ്മ അച്ഛനോട് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ എനിക്കൊരു സഹായത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ടോ എന്നെ ഭരിക്കുകയല്ലേ ചെയ്യുന്നത്. പറഞ്ഞിരുന്നല്ലോ, നീയൊക്കെ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും എല്ലാം ചെയ്യാം. ഒരു ഗതിയും ഇല്ലാതെ കിടക്കുമ്പോ നിന്നെയൊക്കെ ഞാൻ ജോലിക്ക് വേണ്ടി സഹായിക്കാൻ വിളിച്ചത്. അല്ലാതെ നിങ്ങൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ എന്ന് വൈജയന്തി പറയുവാണ്. അതേസമയം ബബിത പറയാണ്, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അനുസരിക്കാനും അത് കേൾക്കാനും ചെയ്യാനും പറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറയുവാണ്. അതേസമയം വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്, എടി ബബിതേ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചോ? അയ്യോ ഒന്നും മിണ്ടുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബബിത ആക്ഷൻ കാണിക്കുകയാണ്. നമ്മുടെ വൈജയന്തി പറയുന്നതിനെല്ലാം തർക്കുത്തരമാണ് നമ്മുടെ ബബിത പറയുന്നത്.
അതൊട്ടും തന്നെ വൈജയന്തിക്ക് പിടിക്കുന്നില്ല. അതേസമയം വൈജയന്തി പറയുവാണ്, ഒരു ദിവസം നിങ്ങൾ എന്നെ മനസ്സിലാക്കും, ഞാൻ ആരാണ് എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനെല്ലാം അന്ന് നിങ്ങൾ വിഷമിത്രേ എനിക്കിനി പറയാനുള്ളതെന്ന് വൈജയന്തി പറയുവാണ്. അതേസമയം അലക്കി വെച്ച തുണികളെല്ലാം വിരിച്ചിട്ടിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുവാണ്, ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ? നിങ്ങളുടെ ഡ്രസ്സൊന്നും അലക്കണ്ടേ? അമ്മയുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഡ്രസ്സെല്ലാം ഞങ്ങൾ അലക്കി കഴിഞ്ഞു. ബെഡ്റൂമിൽ എന്റെ ഡ്രസ്സുണ്ട്, എങ്കിപ്പോ അതൊക്കെ കഴുകിയിടൂ പറയുവാണ് വൈജയന്തി. ഇനി എന്താ പണി എന്ന് ചോദിക്കുമ്പോ, മുറ്റമടിച്ചു വാരണമല്ലോ മേ, ഞങ്ങൾ എന്തിനാ മുറ്റമടിച്ചു വാരുന്നത്? ഇവിടെ രോഹിയേട്ടൻ ഉണ്ടല്ലോ. എന്താ, രോഹിയേട്ടൻ നല്ല രീതിയിൽ മുറ്റമടിച്ചു വാരും. ബബിതേച്ചി എന്ന് കൃഷ്ണമോള് പറയുവാണ്. ഇവിടെ ബബിത ഒട്ടും തന്നെ മിണ്ടുന്നില്ല. ഈ സമയം കൃഷ്ണമോൾ പറയുവാണ്, അയ്യോ എന്ത് പറ്റി ബബിതേച്ചി? ബബിതേച്ചിയുടെ നാക്കിന് എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ്. നിനക്ക് പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയടി പറഞ്ഞുകൊണ്ട് വൈജയന്തി അലറി വിളിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലേ, അതുപോലെ അനുസരിക്കുന്ന മക്കളല്ലേ എന്ന് വൈജയന്തി പറയുവാണ്. അമ്മ പറഞ്ഞു വാ മൂടിയിട്ട് പണിയെടുക്കണമെന്ന്, ഞാൻ അതുപോലെ അനുസരിച്ചു. ഇത് ശരി, നിങ്ങൾ തമ്മിൽ ഒരടി കഴിഞ്ഞതാണല്ലേ എന്ന് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുവാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങൾ എന്താ ഇത്ര സൈലൻസ് എന്ന്. എന്താ ഇത്തവണ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് ഇടപെടാൻ പറ്റുമോ? ഓ, ഇനിയിപ്പോ നിന്റെയും കൂടെ അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ ആരാ മുറ്റമടിച്ചു വാരുന്നത്? അത് രോഹിയേട്ടൻ ചെയ്തോളും. അവനൊരു ആൺകൊച്ചാ, അവൻ ചൂലെടുത്ത് മുൻവശത്ത് നിൽക്കാത്തത് കൊണ്ടേ ഉള്ളൂ. അയ്യേ, ആണും പെണ്ണും എന്നൊന്നും നോക്കണ്ട, ആരായാലും അമ്മയുടെ മക്കൾ തന്നെയല്ലേ. ഇതൊക്കെ അലിന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴാ നല്ല രസം അല്ലേ ചേച്ചി? ഒരു ദിവസം ഞാൻ, ഒരു ദിവസം ഇവള്, ദിവസം അലിന ചേച്ചി, ഒരു ദിവസം രോഹിയേട്ടൻ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ റൂട്ടീൻ സെറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. പണിയെടുക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ? ഈ കുടുംബം നശിപ്പിച്ച അവളാണ് നിങ്ങൾക്ക് വലുത് അല്ലേ? നാശം. അവളെ കുറിച്ച് പറയുന്നതേ എനിക്ക് ഇഷ്ടമല്ല, കുറിച്ച് പറയുന്നതേ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഇതുപോലെ ഒരു 4 എണ്ണം. നമ്മൾ 3 മക്കളല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ 4 ഇപ്പൊ എവിടെ നിന്ന് വന്നു? അതേസമയം വൈജയന്തി പറയണു, ഓ നിന്റെ അച്ഛന്റെ കാര്യമാടി പറഞ്ഞത്. അതേസമയം കൃഷ്ണ പറയുവാണ്, ഓ അങ്ങനെയാണല്ലേ, ഞാൻ വിചാരിച്ചു. സമയം വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുവാണ്, നീ എന്താണ് വിചാരിച്ചത്? സമയം രോഹിത് അങ്ങോട്ടേക്ക് വന്ന് പറയുവാണ്, ഇതാ ഇവിടെ പ്രശ്നം, ഞാൻ ഈ കാര്യത്തിൽ ഇടപെടണോ? ഓ നിന്റെ ഒരു കുറവും കൂടെ ഇനിയുള്ളൂ എന്ന് വൈജയന്തി പറയുവാണ്. കേട്ടാ, അമ്മ മുറ്റമടിച്ചു വാരുന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു രോഹിയേട്ടൻ അടിപൊളിയായിട്ട് മുറ്റം അടിച്ചു വാരുമെന്ന്. പക്ഷെ അമ്മ പറയുന്നു അത് വേണ്ട, രോഹിയേട്ടൻ ആൺകൊച്ചല്ലേ എന്ന്. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാ ചോദിക്കുന്നേ. ഇതൊക്കെയാണോ അമ്മേ കാരണം? സിമ്പിൾ മാറ്റർ അല്ലേ? രോഹിത് പറയുവാണ്. ആൺപിള്ളേർ എങ്ങനെയാ മുറ്റം അടിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം, ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാണമില്ലാത്തവനും എന്ത് വേണമെങ്കിലും ചെയ്, മുറ്റമടിക്കുകയോ പാത്രം കഴുകുകയോ നീ എന്ത് വേണമെങ്കിലും ചെയ്, എനിക്കൊന്നും അറിയണ്ട വൈജയന്തി പറയാണ്. അതേസമയം രോഹിത് പറയാണ്, ബബിതേ അലിനേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ദാ ഫോണ്, നീ വിളിക്ക്. അതേസമയം പെട്ടെന്ന് തന്നെ വൈജയന്തി ആ ഫോണ് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്, ഇനി അവളെ വിളിച്ചോണ്ടിരിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് ആരും ഇനി അവളെ വിളിക്കണ്ട എന്ന് പറയുമ്പോ ബബിത പറയുവാണ്, അമ്മേ ഫോൺ ഇങ്ങെടുക്ക്, വിളിക്കണ്ടെന്നാ പറഞ്ഞത്. അതേസമയം രോഹിത് പറയുവാണ്, അമ്മയ്ക്ക് എന്താ, അവളോട് വഴക്കിട്ടേ സമാധാനമാകുള്ളോ? അവളുടെ ഫോണല്ലേ അമ്മേ, കൊടുക്കങ്ങോട്ട്. അവള് പണി ചെയ്തുണ്ടാക്കിയ ഫോൺ അല്ലല്ലോ, ഞാനും അച്ഛനും കൂടെ പണി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടല്ലേ ഫോൺ വാങ്ങിയത് പറയുമ്പോ രോഹിത് പറയുവാണ്, അമ്മ എന്തിനാ ഇത്രയ്ക്കും ചീപ്പാകുന്നത്? സമയം വൈജയന്തി പറയാണ്, എടാ ആദ്യം നിന്റെയൊക്കെ അമ്മ പറയുന്ന കേൾക്ക്, ഇതൊക്കെ അനുസരിക്കാൻ പഠിക്ക്, എന്നിട്ട് മതി ആക്കിയെല്ലാം. അതേസമയം ബബിത ചോദിക്കുകയാണ്, അപ്പൊ അമ്മ ഫോൺ തിരിച്ചു തരത്തില്ലേ? തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല, യതി പഠിക്കുമോ എന്ന് നോക്കട്ടെ ഞാനൊന്നും. അതേസമയം ബബിത ചോദിക്കുകയാണ്, ഉറപ്പാണോ അമ്മേ? ഉറപ്പാണ്, ഞാൻ തരില്ല, ഇതിലൊരു മാറ്റവും ഇല്ലല്ലോ അല്ലേ എന്ന് ബബിത ചോദിക്കുവാണ്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബബിതയാണെങ്കിൽ വൈജയന്തിയുടെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, ഇതിനെ എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോകുവാണ്. അതേസമയം വൈജ ആകെ പെട്ടുപോയി. അതേസമയം രോഹിത് ആണെങ്കിൽ ചൂലും എടുത്ത് മുറ്റമടിക്കാൻ പോകുവാണ്. അതേസമയം കൃഷ്ണ പറയുവാണ്, ഈ വീട്ടിലെ ഏറ്റവും ചെറുത് ഞാനാണെന്നറിയാം, എങ്കിലും എന്റെ വായിൽ നിന്ന് വലിയ വർത്തമാനമൊക്കെ വരാറുണ്ട്. പക്ഷെ അമ്മയോട് എനിക്ക് ഒരപേക്ഷയുള്ളൂ, എന്നെക്കാളും അമ്മ ചെറുതാകാൻ പാടില്ല കേട്ടോ അമ്മ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയുടെ അടുത്ത് നിന്ന് കൃഷ്ണമോളും പോകുന്നുണ്ട്. അങ്ങനെ മക്കളുടെ മുമ്പിൽ ആകെ ചെറുതായി നാണം കെട്ടുപോയി വൈജയന്തി. അങ്ങനെ വൈജയന്തിയുടെ ഫോണിൽ നിന്നാണ് നമ്മുടെ അലീനയെ ബബിത വിളിക്കുന്നത്. അങ്ങനെ അലീന പെട്ടെന്ന് ഫോൺ കാണുമ്പോൾ വിചാരിക്കുന്നത്, ആ ഫോൺ നമ്പർ കാണുമ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് അലീന. അങ്ങനെ ടെൻഷനോടെയാണ് അലീന ഫോൺ എടുക്കുന്നത്. അയ്യോ മേഡാണല്ലോ വിളിക്കുന്നത്, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ അലീന ആ ഫോൺ എടുക്കുന്നത്. അതേസമയം ബബിത പറയുവാണ്, എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ബബിത ഫോണിലൂടെ പറയുവാണ്. അലീന ഫോൺ എടുക്കുമ്പോ നമ്മുടെ വൈജ പറയുന്ന അതേ സ്റ്റൈലിലൊക്കെയാണ് നമ്മുടെ ബബിത പറയുന്നത്. ഇത് കേൾക്കുമ്പോ അലീന ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ബബിത പറയാണ്, പേടിച്ചു പോയോ? ഞാൻ ബബിതയാ, ഇത്രയൊക്കെ വഴക്ക് കേട്ടപ്പോ ചേച്ചിക്ക് സമാധാനമായോ? അപ്പോ നമ്മുടെ അലീന പറയാണ്,
നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഫോൺ എന്ത് വിചാരിക്കും ചേച്ചി എന്നെ കുരുതി. അതേസമയം അലീന പറയുവാണ്, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. എന്താ അതിന്റെ ഡിസ്പ്ലേ പോയെങ്കിൽ അതിന് പുതിയൊരെണ്ണം വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കുവാണ്. എന്നോട് പറയാത്തെന്താ, ഞാൻ വാങ്ങിച്ചു തരുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പഴയതുപോലെയുമെന്നല്ല, ഇപ്പൊ നല്ല രീതിയിൽ എനിക്ക് പൈസ ഉണ്ടെന്ന് അലീന പറയുവാണ്. ചേച്ചി കുളത്തുപുഴയല്ലേ, നീ എങ്ങനെ ഫോൺ വാങ്ങിച്ചു തരും? ഈ മൊബൈൽ ഷോപ്പിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ വാങ്ങിക്ക്. ഒരു ഫോൺ സെലക്ട് ചെയ്തിട്ട് അതിന്റെ പ്രൈസ് പറയുന്നു, ഞാനിത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നു, അതുപോലെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുവാണ്. സുഖാണോ മോളെ എന്ന് അലീന ചോദിക്കുവാണ്. അപ്പോ പറയുവാണ് ബബിത, എനിക്കിവിടെ ഒരു സുഖവുമില്ല ചേച്ചി. ഒരാള് എന്നെ ചീറ്റ് ചെയ്യുന്നു എന്ന് സംശയമുണ്ട്. ആരാ എന്റെ കൊച്ചിനെ ചതിക്കുന്നത്? ഞാൻ ചോദിക്കാമെന്ന് അലീന പറയുവാണ്. വീട്ടിലേക്ക് വന്നില്ലേ ചേച്ചി വഴക്ക് പറഞ്ഞു വിട്ട ആള്, ഒത്തിരി മുടിയൊക്കെ ഉള്ള ഒരാൾ, ചേച്ചി ഓർക്കുന്നുണ്ടോ? ആ മനസ്സിലായി, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലേ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ചേച്ചി. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വേറൊരു പെണ്ണിന്റെ കൂടെ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. സ്കൂട്ടറിൽ അവനെയും വെച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് നീ കണ്ടോ എന്ന് അലീന ചോദിക്കുവാണ്. ആ ഞാൻ കണ്ടു. തോന്നലൊന്നുമല്ല, സത്യമാ. അത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. ഒരു പക്ഷേ അവന്റെ കസിൻ സിസ്റ്റർ, റിലേറ്റീവ്സോ സ്വന്തം അനുജത്തിയോ എനിക്ക് ആകാലോ. ആ ഞാൻ അതൊക്കെ ആലോചിച്ച് സമാധാനിക്കാൻ നോക്കി, പക്ഷെ ഒട്ടും പറ്റുന്നില്ല. കമലിനെ വിളിച്ചൊന്ന് ചോദിച്ചൂടെയായിരുന്നോ? അവനാണെങ്കിലോ ഫോണേ എടുക്കുന്നില്ല. ഇത് ഒഴിഞ്ഞു മാറുന്നതിന്റെ ലക്ഷണമല്ലേ ചേച്ചി? സമാധാനമായിട്ടിരിക്കും മോളെ, നമുക്ക് അതിനൊക്കെയുള്ള വഴിയുണ്ടാക്കാം. വിഷമിക്കണ്ട കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ചേച്ചി. അവൻ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ കൊന്ന് ഞാൻ ചാകുന്നതായിരിക്കും നല്ലത്. എന്റെ മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം ചേച്ചി. എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല. ചേച്ചിയോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. അവർക്ക് ഞാനുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക. അതേസമയം ബബിതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ വന്ന് വാതിൽ തുറക്കുവാണ്. ചിന്തി വാതിൽ തുറക്കുന്ന സമയത്ത് വാതിൽ കുറ്റിയിട്ടിരിക്കുവാണ്. ഉടൻ തന്നെ വിളിക്കുവാണ്, എടി ബബിതേ, നീ എന്തിനാ ഈ വാതിൽ അടച്ചിട്ടിരിക്കുന്നത്? ഒന്ന് തുറക്ക് എന്ന് പറയുവാണ്. അതേസമയം ബബിത പറയുവാണ്, ചേച്ചി ഞാൻ ഫോൺ വെക്കട്ടെ, അമ്മ അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്. ഞാൻ വെക്കുവാണേ ചേച്ചി എന്ന് പറയുവാണ് ബബിത. എന്റെ ഫോൺ വെക്കുവാണ്. പക്ഷെ അലീനയാണെങ്കിൽ അത് കേട്ടതോടെ ടെൻഷൻ ആയിരിക്കുവാണ്. കാരണം അവൻ അത്ര ആള് ശരിയല്ലെന്ന കാര്യം നമ്മുടെ അലീനയ്ക്ക് നല്ലതുപോലെ ശരിയല്ലെന്ന് നമ്മുടെ അലീനയ്ക്ക് അന്നേ മനസ്സിലായ കാര്യമാണ്. അതേസമയം നമ്മുടെ അലീന ബാലചന്ദ്രനെ വിളിച്ചിട്ട് ചോദിക്കുവാണ് ഓരോ കാര്യങ്ങൾ. അച്ഛൻ കഴിഞ്ഞ ദിവസം കുടിച്ചിട്ടാണല്ലേ വീട്ടിലേക്ക് പോയത്, ഒരാൾ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു, അച്ഛനെങ്കിലും കുടിക്കാതിരിക്കണേ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി അതുവഴി അതൊക്കെ കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടായിരുന്നോ? ഞാനുണ്ടല്ലോ അച്ഛന്. അച്ഛൻ ഇനി കുടിക്കല്ലേ അച്ഛ, പ്ലീസ്. ഇവിടെ ഒരാൾ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛന്റെ അടുത്ത് നിന്നും പോരണ്ടെന്നാ തോന്നുന്നേ. രാജകുമാരി ആകുന്നതിനേക്കാളും എനിക്കിഷ്ടം അവിടത്തെ കരി ആകുന്നതാ ഇഷ്ടം. ഒക്കെ പോട്ടെ, അച്ഛൻ മരുന്നെല്ലാം മുടങ്ങാതെ കേട്ടോ. ഞാൻ അവിടെ ഉള്ളപ്പോ അച്ഛൻ മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിച്ചോണ്ടിരുന്നതാ. നമ്മളോട് ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടാ വന്നത്. അച്ഛൻ അതെല്ലാം തെറ്റിച്ചോ അല്ലേ? വേറൊരു പറയാനുള്ളത്, അച്ഛൻ അല്പം പോലും ദേഷ്യപ്പെടരുത്. മാഡത്തിനോട് ഒട്ടും തന്നെ വഴക്കിടാൻ പോകരുത്. അച്ഛൻ പോലും ടോക്സിക് ആക്കി പോവും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിവിടെ എത്ര കാലം ഉണ്ടെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. നമ്മളിപ്പോ പുറമേ കാണുന്നത് പോലെയൊന്നുമല്ല ഈ വീട്. ഒരു വീടെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു കോണില്, സ്റ്റാൻലി പപ്പ വേറൊരു കോണില്. ചഴികൾ നടക്കുന്നത് പോലെ കുറേയേറെ ജോലിക്കാർ നടക്കുന്നു. വിധിക്കാനും ശിക്ഷിക്കാനുമുള്ള ന്യായാധിപർ അണിയറയിൽ തന്നെ ഇരിക്കുവാണ്. അവരൊന്നും രംഗത്തേക്ക് വരാൻ വലിയ താമസമൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് മിക്കവാറും ഇറങ്ങി ഓടേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. സമയം ഇവർ സംസാരിക്കുന്ന സമയത്ത് സ്റ്റാൻലി പുറകിൽ വന്നിട്ട് ചുമക്കുന്നുണ്ട്. ഈ സമയം അലീന ഫോൺ കട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയണം, അച്ഛാ പപ്പ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഞാനിപ്പോ ഫോൺ കട്ട് ചെയ്യുവാണ് എന്ന് പറയുവാണ്. പിന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അത് ചന്ദ്രനായിരുന്നു അല്ലേ എന്ന് അലീന പറയുമ്പോ എനിക്ക് തോന്നിയിരുന്നു. അതിനാണ് ശരിക്കും നല്ലൊരു അച്ഛൻ തന്നെയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോ അലീന പറയുവാണ്, അതെ, നല്ലൊരു അച്ഛൻ തന്നെയാ ഞാൻ കൊതിച്ചിട്ടുണ്ട് അച്ഛൻ്റെ മകളായിരുന്നു എന്ന്. കാരണം അത്രയ്ക്ക് സ്നേഹമുള്ള ഒരച്ഛനായിരുന്നു. എന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതെ, എനിക്ക് വാത്സല്യം തന്നെയായിരുന്നു. അയാളെ ചിരി ചെയ്ത സ്ത്രീയുടെ മകളായിട്ട് പോലും ഇനി നല്ല രീതിയിലാണ് സ്നേഹിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അതിനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെയൊന്നും പറ്റി. എനിക്കും അതൊരു സർപ്രൈസ് ആയിപ്പോയി എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുവാണ്. അയാൾ നിന്നെ എന്റെ അടുത്തേക്ക് എത്തിച്ചു തന്നപ്പോൾ കരുതി ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തേയില്ല. അയാൾക്കും അയാളെ ഒത്തിരി ഇഷ്ടമാണല്ലേ? സ്റ്റാൻലി ചോദിക്കുവാണ്. ഇതിനെ ഒന്ന് ചിരിച്ചിട്ട് പറയുവാണ്, അതെ, ഒരുപാട് ഇഷ്ടാ. ആദ്യമായിട്ട് അച്ഛനെന്ന് വിളിച്ചത് അദ്ദേഹത്തെയാണ്. അങ്ങനെ വിളിച്ചോളാൻ വേണ്ടി സമ്മതിച്ചപ്പോ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. സ്റ്റാൻലി പറയുവാണ് അലീനയോട്, എനിക്കറിയാം മേനോൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
സ്വന്തം മകളെ പോലെയാണ് നിന്നെ നോക്കിയിരുന്നതെന്ന്. ഈ സമയം സങ്കടത്തോടെ അലീനയോട് പറയുവാണ്, മോളെ ഞാൻ അത്ര പോരല്ലേ മോളെ, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി മോളെ, ഇത് ചെയ്യാനാ? അല്ലാത്തൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആള് അല്ലേ? ഞാൻ മോളുടെ പപ്പയാകാൻ ശ്രമിക്കാം, എന്നാലും മീനുവിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകാം എന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. സ്റ്റാൻലി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ വല്ലാത്ത സങ്കടത്തോടെയാണ് ഇത് പറയുന്നതെന്ന്. വീണ്ടും അയാൾ പറയുകയാണ്, "നീ എന്തുകൊണ്ടാ ഫുഡ് കഴിക്കാതിരുന്നത്?" സമയം അലീന പറയണു, ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ നീ വാടി തളർന്നതുപോലെ ഇരിക്കുന്നു. ഇത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെ നിൽക്കുവാണ്. സ്റ്റാൻലി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എനിക്ക് അത് വല്ലാത്തൊരു വിഷമമായിട്ട് അലീന അവിടെ തന്നെ ഇരിക്കുവാണ്. ഈ സമയം വീണ്ടും സ്റ്റാൻലി അങ്ങോട്ട് പോയിട്ട് വീണ്ടും മോളെ നോക്കുന്നുണ്ട്. അത് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ടേക്ക് പോവുകയാണ്. അലീന അതേസമയം വല്ലാത്തൊരു വിഷമത്തിൽ അവിടെ തന്നെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.